ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാറ്റ് ജിം. ഇത് ഞങ്ങൾ ഊട്ടി പോയ ഒരു ചെറിയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. സോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളത് അങ്ങനെ മസനഗുഡി വഴിയാണ് പോണത്. മൈസൂർ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്സ്, അങ്ങനെ നമ്മളങ്ങനെ നേരെ മസനഗുഡി വഴി പോകാം എന്ന് വിചാരിച്ച്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറേ ആനിമൽസിനെയൊക്കെ കാണാമല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ് കേട്ട്. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത്. ഓൺ ദ വേയിൽ ഞങ്ങൾ കുറേ ആനിമൽസിനെയൊക്കെ കണ്ടു, ബേർഡ്സും ഒക്കെ ഉണ്ട്. ബട്ട് കുറേയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഓ, വാട്ട് എ വ്യൂ! ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളൊന്നും കാണാതെ ഇങ്ങനെ വന്ന വഴിക്കാണ് ഇത് പെട്ടെന്ന് ഒരു കൂട്ടം ഡീർസിനെ കണ്ട. ഭയങ്കര സന്തോഷമായി. മാക്സിമം ഇങ്ങനെ എടുക്കാൻ കുറേ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കുറേ എടുത്തു. പക്ഷെ അത്രയും ക്ലാരിറ്റി ഇല്ല, ബിക്കോസ് ഇത് കുറച്ച് ഡിസ്റ്റൻസിലാണ് നിന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ദേ ഇരിക്കണു, ഇതാരാ ഇത് ഇരിക്കുന്നതെന്ന് മനസ്സിലായ? ദേ ഒരു ആന! അടിപൊളി! അറ്റ് ലാസ്റ്റ് ഒരു ആനയെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ പിന്നെയും തുടങ്ങി. നല്ല രസമായിരുന്നു. ആ ഓൺ ദ വേയിൽ നല്ല ഭംഗിയായിരുന്നു റോഡും ഒക്കെ. പിന്നെ ഞങ്ങളിതേ ഓൾമോസ്റ്റ് ഊട്ടിയിലേക്ക് എത്താറാവുന്നു. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഈ യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള ഒരു ട്രാവൽ. നല്ല രസമായിരുന്നു. പൈൻ ഫോറസ്റ്റും നല്ല രസമാണ്. ആ പൈൻ ട്രീസും യൂക്കാലിപ്റ്റസും എല്ലാം കൂടെ, പിന്നെ ആ ഒരു ക്ലൈമറ്റും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് പോവുകയാണ്. ഓൺ ദ വേയിൽ നല്ല രസമാണ്. ഫുൾ ടീ എസ്റ്റേറ്റ്സ് ആണ്. ആ ഒരു ഗ്രീനറി ഭയങ്കര ഒരു രസമാണത്. ആക്ച്വലി നമ്മളവിടെ പോകുമ്പോഴാണ് രസം. ആ താമസിച്ചതിൻ്റെ അടുത്താണിത്. ലൈക്ക് ഓൺ ദ വേ ആണിത് ഫുൾ. നമ്മൾ താമസിച്ച റിസോർട്ടിലാണ് ഇത്. റിസോർട്ടിൻ്റെ മേളിലോട്ട് നടക്കുമ്പം ഉള്ള വ്യൂ ആണിത്. അവിടെ വളരെ നല്ല രസമാണ്. 360 ഡിഗ്രിയിൽ നമുക്ക് ഫുൾ ഊട്ടി കാണാം. അപ്പോൾ ലോയ്ഡ് അവിടെ വെച്ചിട്ട് സൺറൈസ് ക്യാപ്ചർ ചെയ്തതാണിത്. എന്ത് രസമല്ലേ ഊട്ടി ഫുള്ളിങ്ങനെ കാണാൻ. ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം അവിടെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ളതാണ്. നല്ല രസമാണ്. ആക്ച്വലി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആ റിസോർട്ടിൽ. ഞാൻ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് ലോയ്ഡ് എടുത്ത കുറച്ച് പിക്സാണ്. ആക്ച്വലി അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് വ്യൂസ് ഉണ്ട്, നമുക്ക് പിക്സ് എടുക്കാൻ തോന്നും. അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ പ്ലേസ്. അവിടുത്തെ ഒരു പ്ലേ ഏരിയ ആണ്. അപ്പോൾ അവിടെ ലോയ്ഡും ലോറേറ്റും എല്ലാവരും കൂടെ കളിക്കുന്നതാണ്. ഞങ്ങൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ടോയ് ട്രെയിൻ ട്രിപ്പ് നടന്നില്ല, ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലോട്ട് പോയി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ച് ആണിത്. പിന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. അകത്ത് നല്ല രസമാണ് ഇൻറ്റീരിയേഴ്സൊക്കെ. ലോയ്ഡിന് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സിമിട്രിയാണ്. എൻ്റെ പിക്സാണ് അത്. നല്ലൊരു പ്രത്യേകതയുണ്ട്. പഴയ കാലത്തെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒക്കെ പേരുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഇറ്റ് ഈസ് റിയലി നൈസ്. നല്ല രസമാണ് കാണാൻ. നമ്മളിനി നെക്സ്റ്റ് പൈൻ ഫോറസ്റ്റിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഓൺ ദ വേയിലുള്ള വ്യൂസാണ് ഇതൊക്കെ. ഒരു ലേക്കും പിന്നെ ആ വഴിയാണ് രസം. നല്ല രസമാണ്. നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ റോഡിലിങ്ങനെ വളഞ്ഞ് പോകുന്നത്. അങ്ങനെ പോയി നമ്മളിതാണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക് എത്തുന്നു. ഇത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഒത്തിരി ഫോട്ടോസ് എടുക്കാം. എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് നല്ല ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഒത്തിരി മൂവീസും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പം അവിടെ ആക്ച്വലി ഒരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തില്ല. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത് ഇവിടെ. പിന്നെ അതിൻ്റെ താഴെ ഒരു ലേക്കൊക്കെ ഉണ്ട്. കുറച്ച് താഴോട്ട് നടക്കണം, അപ്പോൾ ഈ ലേക്ക് കാണാം.
പിന്നെ നല്ല നല്ല രസമാണ് അവിടെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞങ്ങൾ എന്താണ് ഇങ്ങനെ ഫുൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് പോണേന്ന്, എവിടേക്കൊക്കെയായി പോണേന്ന്. മെയിൻ സാധനങ്ങളൊന്നും കാണിച്ചില്ലല്ലോ ഊട്ടിയിൽ. ശരിയാ, ഇതങ്ങനെ ഊട്ടിയിലെ ഫേമസ് സംഭവങ്ങളൊന്നും കാണിക്കുന്ന വീഡിയോ അല്ല. ഞങ്ങൾ പോയ വഴികൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. മെയിനായിട്ട് ഞങ്ങൾ അവിടെ റിസോർട്ടിൽ തന്നെ ആയിരുന്നു താമസിച്ചത്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഒരു എൻജോയ്മെൻറ്റിന് പോയതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ എല്ലാം കറങ്ങി, കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയുള്ളൂ. പിന്നെ മെയിൻ വ്യൂ നമുക്ക് താമസിച്ച റിസോർട്ടിൻ്റെ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അധികം വേറെ എങ്ങും പോകേണ്ടി വന്നില്ല. ഈ കാണുന്ന വ്യൂസ് എല്ലാം ഞങ്ങളുടെ ആ താമസിച്ചതിൻ്റെ അവിടെ ഉള്ളതാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് വേറെ കൂടുതൽ എങ്ങും തന്നെ ഒന്നും അന്വേഷിച്ച് പോകണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട്. അതിൻ്റെ ഓരോരോ വില്ലാസായി കാണിക്കുന്നത്. എൻ്റെ കൂടുതൽ വീഡിയോ നെക്സ്റ്റ് പറയാം. ഞാൻ വെറുതെ കൊളാക്കുന്നില്ല ഇപ്പം. ഞങ്ങളിവിടുന്ന് കുറച്ച് താഴോട്ട് നടക്കുമ്പം അവിടെ ഒരു സ്ട്രോബെറിയുടെ ഒരു ഫാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. നല്ല സൂപ്പറായിരുന്നു. നമുക്ക് ആക്ച്വലി അവിടെ പ്ലക്ക് ചെയ്യാം, നമുക്കവിടെ കഴിക്കാം. നല്ലൊരു ഇതായിരുന്നു, നല്ല രസമായിരുന്നു അത് കാണാൻ. കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ട് സ്ട്രോബെറീസുകളുണ്ട്. അതിനകത്ത് നിറച്ച് സ്ട്രോബെറീസ് ഉണ്ട്. അവർ കുറേ പ്ലക്ക് ചെയ്തു. ഞങ്ങൾ ചെന്നപ്പം രാവിലെ അവർ ഓൾമോസ്റ്റ് കുറേ പ്ലക്ക് ചെയ്തു. അവർ പാക്കിങ്ങിൻ്റെ ധൃതിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ബോക്സസൊക്കെ വാങ്ങിച്ചു. നല്ല 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 ജ്യൂസി, നല്ല ഫ്രഷായിട്ടുള്ള സ്ട്രോബെറീസാണ്. കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്നോ. ഒരു പ്രത്യേക ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ സ്ട്രോബെറീസൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ബൈ. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഊട്ടിയിലെ ഫേമസ് ആയിട്ടുള്ള കഫേയാണ്. ഞങ്ങളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സമയമുണ്ടെങ്കിൽ അതുകൂടെ കണ്ടേക്കണേ. പിന്നെ അവിടെ ഒരു ഫേമസ് സംഭവമാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷ് സ്ട്രോബെറിയിൽ അവരുടെ ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അതിന്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അത്. അവരുടെ കുറേ വെറൈറ്റീസ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ്സ് ഉണ്ട്. അതും എല്ലാം നമുക്ക് ഓപ്ഷൻ എടുക്കാം ഏതാ വേണ്ടതെന്ന്. ഞങ്ങളങ്ങനെ തിരിച്ച് പോവാം. അങ്ങനെ ഞങ്ങളുടെ റിസോർട്ട്സിനുമൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങളങ്ങനെ വലിയ മലകളൊക്കെ കയറി കറങ്ങി അങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഊട്ടിയിലെ തണുപ്പും ഊട്ടിയിലെ മഞ്ഞും മലകളും മരങ്ങളും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ നൂഡിൽസും കഴിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് ബാംഗ്ലൂർക്ക് ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നും പറഞ്ഞ് ഞങ്ങൾ പോവാ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.